അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ വന്നപ്പോൾ സുഹൃത്തിൻ്റെ അപ്പനും ഞങ്ങൾക്കത്ര വശമില്ലാത്തത് കൊണ്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായി സുഹൃത്തിൻ്റെ അപ്പനും കൂടെ വള്ളത്തിൽ കയറി വരികയാണ്. അങ്ങനെ മീനുള്ള സ്ഥലത്ത് ഞങ്ങൾ വല 4 സൈഡും ആദ്യം പൊതിഞ്ഞു കിട്ടുകയാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഒരിക്കലും മീൻ രക്ഷപ്പെടാൻ പാടില്ല. അങ്ങനെ രക്ഷപ്പെട്ടാൽ തന്നെ നമ്മൾ ഈ ചുറ്റും അടിച്ചിരിക്കുന്ന വലയിൽ ഇവൻ വന്ന് പെടണം. അങ്ങനെ 4 ചുറ്റും വലയടിച്ചതിന് ശേഷം ഈ ചേട്ടൻ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇതിന് കാരണമുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഈ ചുള്ളുകൾക്കിടയിലൊക്കെ ഒളിച്ചിരിക്കുന്ന മീനെ ഭയപ്പെടുത്തി വേണം നമുക്ക് ഈ വലയിൽ കൊടുക്കുവാൻ. ഈ ചുള്ളി എന്തിനിട്ടിരിക്കുന്നതാണ് ചോദിച്ചു കഴിഞ്ഞാൽ, കരിമീനുകളെല്ലാം ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചുള്ളിക്കിടയിലാണ് വന്ന് ചേക്കേറാനുള്ളത്. മീനുകളിൽ ഏറ്റവും ബുദ്ധിയുള്ളവനാണ് കരിമീൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് അവൻ പകലെങ്ങും സഞ്ചരിക്കാറില്ല. പകൽ അവനെ അവന് കാണുവാനായി സാധിക്കും. ഇത് കൂടുതലും നമ്മൾ ചെയ്യാറുള്ളത് രാത്രികളിലാണ്. കാരണം അവന് രാത്രികളിൽ കാണുവാൻ സാധിക്കാത്തതുകൊണ്ട് അവൻ കൂടുതൽ വന്നും ഇതിൻ്റെ അകത്ത് പെടാറുണ്ട്. എന്നാൽ ഇത് നമ്മൾ പകലായതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രതീക്ഷകളൊന്നുമില്ല നമുക്ക് കരിമീനെ കിട്ടുമോ എന്നുള്ളത്. എങ്കിലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് ഈ യാത്ര തിരിച്ചിരിക്കുന്നത്. അങ്ങനെ ചേട്ടൻ മീനുകളെല്ലാം ഇളക്കി ഓടിക്കുകയാണ്. ഉള്ള കമ്പുകളൊക്കെ പുറത്തേക്ക് എടുത്തിടുകയാണ്. അല്ലെങ്കിൽ വല അതിൽ കുടുങ്ങുവാൻ സാധ്യതയുണ്ട്. ആദ്യം ഈ കമ്പുകളൊക്കെ മാറ്റി ഇവിടെ വൃത്തിയാക്കിയ ശേഷമേ നമുക്കിത് സാധിക്കൂ. അപ്പോഴത്തേക്ക് നമുക്ക് കുടിവെള്ളം കിട്ടാനില്ലാത്തത് കൊണ്ട് രാജുവും ഗപ്പിയും ഞങ്ങൾ വന്ന വള്ളത്തിൽ തന്നെ മറ്റൊരിടത്ത് പോയി ഇതാ 4 കുടം വെള്ളം ശേഖരിച്ചുകൊണ്ട് വരികയാണ്. കാരണം ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് കയറിയതാണ്. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ല ഈ പ്രദേശത്ത്. അങ്ങനെ 4 കുടം വെള്ളം കിട്ടി. കൂടെ ഒരു കുപ്പി വെള്ളം കൂടെ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേറെന്തെങ്കിലും ചേർക്കാനുള്ള വെള്ളം ഇവരുടെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ അവിടെ വല ഒരുക്കിയതിന് ശേഷം ഫ്രണ്ടിൽ വന്ന് നമ്മൾ വീശുവല ഇടുകയാണ്. കാരണം അവിടെ മീൻ കയറാൻ കുറേ സമയമെടുക്കും. അങ്ങനെ ചേട്ടായി ഒരു തവണ വല ഇറക്കി പയ്യെ വലിച്ച് കയറ്റുകയാണ്. വല കരയ്ക്കോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി ചേട്ടൻ പയ്യെ വള്ളത്തിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് വല വലിച്ചെടുക്കുവാനായി വേണ്ടി. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ വലയിൽ ഏറെ മീൻ പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ വലയിലെ ചെള്ളയെല്ലാം ചേട്ടൻ കുലുക്കി കഴുകിയതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടു. അങ്ങനെ ഇനി ഞങ്ങൾ ആ മീനെയെല്ലാം പിടിക്കാൻ നിൽക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ അറിയാം ചുറ്റും ഒരുപാട് പൂച്ചകളുണ്ട്. പൂച്ചകളൊക്കെ ഓടിച്ചു വിട്ടാണ് ഞങ്ങൾ മീനെ പിടിച്ച് നമുക്ക് ആവശ്യമുള്ള ചാക്കിലേക്ക് കയറ്റുന്നത്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഫിലോപ്പി എന്ന മീനെയാണ് കിട്ടിയിരിക്കുന്നത്. പൂച്ചയ്ക്ക് ഒരു ചെറുതിട്ട് കൊടുത്തപ്പോൾ അവന് സന്തോഷമായി. അവനങ്ങനെ അതുകൊണ്ട് അവൻ മാറി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും മറുവശത്ത് വന്നിരിക്കുവാണ്. അവിടെ ആദ്യത്തെ തവണ ചേട്ടൻ വല വീശി
അത് നേരെ പൊക്കത്ത് ഗപ്പിയുടെ കയ്യിലോട്ട് കൊടുത്തു. ഗപ്പി അത് നേരെ പുള്ളിക്കാരൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കരയ്ക്ക് കയറ്റാൻ നിൽക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കരിമീനുണ്ട്. അപ്പം നമ്മുടെ ലക്ഷ്യം ഈ കരിമീൻ തന്നെയായിരുന്നു. എന്തായാലും ഞാനിങ്ങനെ ക്യാമറകൾ അതിനോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഒരു കരിമീനെങ്കിലും കിട്ടിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമല്ലോ. വിഷമടിക്കാത്ത, ഐസ് ഇടാത്ത, മരുന്നിടാത്ത കരിമീനെ നമുക്കിതാ കിട്ടി. അപ്പോഴാണിതാ രാജുവിൻ്റെ കയ്യിൽ ചാടിപ്പോകുന്നു. ഞാൻ ഓർത്തു അവനിത് നശിപ്പിച്ചെന്നുള്ളത്. എനിക്ക് ആകപ്പാടെ ടെൻഷനായി. അവൻ്റെ പിടുത്തം കാണുമ്പോൾ തന്നെ അറിയാം താഴെ പോകുന്നുള്ളത്. ദൈവകൃപയാൽ അത് താഴെ പോയില്ല. പോയ അവനെ ഞാൻ ചവിട്ടി അതിലിട്ടായിരുന്നു. അങ്ങനെ വീണ്ടും അവർ വല വീശാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഈ വല വീശിന് ശേഷം ലാസ്റ്റായിരിക്കും നമ്മൾ ഈ വല മുകളിലോട്ട് ഇട്ട വല പൊക്കുന്നത്. ഭയങ്കര ചിളിയാണ്. കാല് പറിക്കാൻ പറ്റാത്തതുകൊണ്ട് ഗപ്പിയും ഇവർ രണ്ട് സൈഡിൽ ആ വല നോർത്ത് പിടിച്ച് മീനെ തപ്പുകയാണ്. ഇത് കാണുമ്പോൾ പണ്ടത്തെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ തോടുകളിൽ കൂടി നമ്മൾ തോർത്ത് വെച്ച് മീൻ പിടിക്കുന്നത്. പക്ഷേ ആൺ മീൻപിടുത്തമല്ല ഈ മീൻപിടുത്തം. ഇത് ഡേഞ്ചറാണ്. ഇതിൻ്റെ കഷ്ടപ്പാടൊന്നോ വേറെ തന്നെയാണ്. അങ്ങനെ അവർ മീനെ തപ്പി വരികയാണ്. അവർ ഏകദേശം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവർ കടന്നിരിക്കുകയാണ്. അങ്ങനെ അവർ ആ സൈഡ് തപ്പി വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. ഇത് വലിയൊരു തടിയാണ്. ആ തടിയും ഇളക്കി അതിലെ കരിമീനെ നമ്മളിപ്പോൾ ഓടിക്കുവാനുള്ള ശ്രമത്തിലാണ്. വീണ്ടും നമ്മളിതാ അടുത്ത വലയോ നേരെ പൊക്കത്തേക്ക് ഇറക്കുകയാണ്. വെള്ളത്തിലേക്ക് ഇറക്കുകയാണ്. അങ്ങനെ അത് നമ്മൾ കരയിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിലാണ്. ഗപ്പിക്ക് കിട്ടിയ വലിയൊരു പലകയാണ്. അങ്ങനെ അതിലെ ചെള്ളയെല്ലാം കഴുകിക്കളഞ്ഞ് നമ്മൾ വീണ്ടും കരയ്ക്കടുപ്പിച്ചു. ഇതിലും നമുക്കൊരു കരിമീൻ കിട്ടി. എന്തായാലും നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അങ്ങനെ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടി കാണാം. ബൈ.